الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين أما بعد. ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖൂറത്ത് തങ്ങ മഹാനവറുകളെ അനുസ്മരിക്കാനിക്കെത്തതായ ಅದರೊಟ್ಟಿಗೆ ಮೇತಿಂಗಲ್ಲಿ നടക്കണായ മഹ്ലറത്തുൽ ബദ്രിയ മജ്ലിസ് എസ്എസ്എഫും എസ്വൈഎസും മുസ്ലിം ജമാഅത്തിലെ അധീനത്തിൽ ഈ വേദിയിൽ നടക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ചൊമ്മത്തോ ആൾമാർ ഞങ്ങളൊട്ടിಗೆ സഹകരിച്ചിടാറ് ഇതൊക്കെ ബേനായിട്ട് അധ്വാനിച്ച് സഹകരിച്ച് എല്ലാ ആൾമാർക്കും പ്രത്യേകിച്ചിട്ടും ഞങ്ങൾക്ക് ഇതൊക്കെ എല്ലാ നിലക്കുള്ള ഏർപ്പാടാക്കി തന്നെത്തതായ ലത്തീഫാക്ക ദൊമ്പ അയാളെ മരിച്ചുപോയ ബാപ്പക്ക് ബേനായിട്ട് പ്രത്യേകം ദ്വാരക്കോ ചെന്നത് മൂത്തോന്റെ പേരിലും ദ്വാരക്കോ ചെന്നത് അള്ളാഹു അങ്ങനെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഉമ്മക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് സദയെല്ലാം കാണുമ്പോൾ വലിയ സന്തോഷമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് നിസാമുദ്ദീൻ ബാഫക്കി തങ്ങ വന്നോണ്ടുണ്ട്. തങ്ങൾ വന്നിട്ട് ഇൻഷാ അല്ലാഹ് കുറത്തങ്ങളെ പേരിലുള്ള ദിക്റും ദുആ മജ്ലിസും നടക്കും ഇൻഷാ അല്ലാഹ്. ചൊമ്മ നേരം നീണ്ടു പോകും ഞങ്ങൾ ആരും ഉദ്ദേശിക്കില്ല. ഇതിലെ കൂറത്ത് തങ്ങളെ ಬಗ್ಗೆ ഞങ്ങൾക്ക് ചൊമ്മ ഞങ്ങൾ ഇപ്പൊ എന്തായിട്ട് സോഷ്യൽ മീഡിയത്തിലെങ്കിലും ചൊമ്മ ആൾമാർ കണ്ടിട്ടില്ല. ആ കൂറത്ത് തങ്ങളെ പവർ എന്തിനേം ചൊന്നിട്ടു ചുമ്മ ആൾമാർക്ക് ഗൊന്തില്ല. ഒരു മൂളെ ഒരു മുക്കു മൂളെ കൂറത്തിന്റെ ഇപ്പോഴും പല ആൾമാർക്ക് അത് എവിടാൻ ചൊല്ലാൻക്കെത്തതായ ജാഗ ഗൊന്തില്ല. എങ്കിലും അവിടെ എത്തിയാൻക്കെത്തതായ നൂറുകണക്കായ ആയിരക്കണക്കായ മുഅ്മിനീങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു ഒരു ഏറ്റവും വലിയ ഇബാദത്ത് എന്തിനെന്ന് കേട്ടിങ്ങൾ ഒരു മനുഷ്യരെ മനസ്സിൽ സന്തോഷമായിട്ട് പാടി കൊടുക്കുക. ഒരു ബേജാറുള്ള ദുഃഖത്തിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനിലുള്ള ആൾമാർക്ക് ആ ബേജാറ് പോകുവാനായിട്ട് അങ്ങ് ഒരു നല്ല ഫലക്ക ചൊന്നു കൊടുക്കരുത്. അത് വലിയൊരു സ്വതക്കയായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി ആ സ്വരായിട്ട് ബഹുമാനപ്പെട്ട കൂറത്തു തങ്ങ ആറ് ബന്ധെങ്കിലും അങ്ങ് ആശ്വാസം എന്തൊരു ചെന്ന് കേട്ടെങ്കിലും ഒരു പെണ്ണിങ് ഒരു നാൾ ഒരു ചെറിയ കിട അവിടെ എടുത്തോണ്ട് വണ്ടോളാം വന്നിട്ട് കൂറത്തങ്ങൾ അവിടെ വന്നിട്ടുള്ള തങ്ങളെ ഒരു 5-6 തിങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ഇന്നെ സ്കാനിങ് ആക്കി നോക്കുമ്പോ കിടാവ് കൈയില്ല കാലില്ല കണ്ണ് കാണില്ല അങ്ങനെല്ലാം ഉണ്ടും ചെന്നാറ്. അപ്പൊ നിങ്ങളെ മുട്ട വന്നിട്ടാകുമ്പോ നിങ്ങൾ ചൊന്നാറ് എല്ലാം ഉണ്ടാവും. ബദ്രിങ്ങളെ പേരിൽ 41 യാസീനോദനുണ്ട്. ഞാൻ യാസീനോദ ആ ചന്തത്തെ കിടാവിടെ കാട്ടുന്നുണ്ടോ. അപ്പൊ തങ്ങ അപ്പോഴും ചെല്ലെന്ന് കേട്ടെങ്കിൽ ഇതെല്ലാം റബ്ബുടെ കളിയായിട്ട് ബദ്രിങ്ങളെ പേരിൽ തവസ്സുലാക്കിയിട്ട് ഞങ്ങൾ യാസീൻ ഓതിയപ്പ ആര് വന്നിട്ട് കേട്ടെങ്കിൽ എന്തൊരു വിഷയം ചെന്നെങ്കിലും തങ്ങളെ ഒരേ സൊല്യൂഷൻ, തങ്ങളെ ഒരേ വിഷയം, എത്ര വലിയ വിഷയം വേണമെങ്കിലും ആവട്ടെ തങ്ങ ചെല്ലുടെ ഒരേ മറുപടി ബദ്രിങ്ങളെ പേരിൽ 41 യാസീൻ ഓതോണോ. എത്ര വലിയ ആൾമാർ വേണമെങ്കിലും ആവട്ടെ. അതുകൊണ്ടായിട്ട് ഇണ്ട് രാജകീയത്തെ ആൾമാരായെങ്കിലും ബാക്കിയുള്ള വലിയ വലിയ പണക്കാർ പൈസക്കാരായെങ്കിലും അങ്ങ് എല്ലാ ആൾമാരും കൂറത്ത തങ്ങ വഫാത്തായുണ്ട്. ഭയങ്കരമായിട്ട് അത്ര മലയുടെ ടൈമിലും ആ ജാവുടെ ടൈമിലും അവിടെ എല്ലാം ആൾമാർ കൂടുകൊള്ള വലിയ കാരണതായിട്ട് ഞങ്ങളെ സിദ്ധഘട്ട നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തോണ്ട് ആ സിദ്ധഘട്ടിൽ ഒരാൾ ചൊല്ലു അങ്ങനെ ഫാമിലിയിൽ പെട്ട ഒരാൾ 10 പൗണഞ്ച് 16 വയസ്സോളം സുന്നത്തായിട്ടില്ല. ഒരു ചെറുക്ക് സുന്നത്താക്കോ കൊണ്ടില്ല. കാരണം എന്റെ ബിലി രക്തകണ ഇല്ലാത്തത് കൊണ്ട് മനസ്സീതവർകൾ ഞങ്ങളുടെ സദസ്സിക്ക് വന്നുകൊണ്ടുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അവിടുത്തെ മുദരിസ് സഖാഫി ഉസ്താദും കൂടെ ഉണ്ട്. അല്ലാഹു ബർക്കത്താക്കുമാറാക്കും. അപ്പൊ ചെന്ന് വന്നത് ആ കിടാവ് സുന്നത്താവൂ എന്തെങ്കിലും കുറെ ലാക്കണക്കിന് ഉറുപ്പ കൊമ്പയിട്ട് സാധാരണ അതൊക്കെല്ലാം അങ്ങനെ സുന്നത്തൈപ്പാട് ഉണ്ടായെങ്കിൽ ചോര ഇതെല്ലാം വെച്ചിട്ട് ഒരു 3-4 ലാഖ് ഉറുപ്പ ചെലവാക്കിയിട്ടായിട്ട് സാധാരണ അങ്ങനത്തെ ആൾമാരെ സുന്നത്താക്കണം. പക്ഷെ ഈ ചെറുക്കൊക്കെ അതൊക്കെ ആവില്ല കോർത്തങ്ങ 41 യാസീൻ ഓതുക ജന്തു അങ്ങനെ യാസീൻ ഓതിട്ട് തീരോണു മുട്ടായി നോക്കുമ്പോ ഒരു നാൾ സുബൈക്ക് നോക്കുമ്പോ സുന്നത്തായിട്ടുണ്ടോ.
ഇതവിടെ ഫാമിലിയുടെ ആൾമാർ സിദ്ധക്കെട്ട് ഞങ്ങൾക്ക് ചുമ ദൂരമല്ലാത്തത് കൊണ്ടിട്ട് ഇങ്ങനെ എത്ര ആൾമാർ ബഹുമാനപ്പെട്ട ഹാഫിൽ അബ്ദുൽ മജീദ് ഫാദിലി ഉസ്താദ് വന്നിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അല്ലാഹു അക്ബർ. അപ്പോ അത്തരത്തുള്ള എത്രമാ ആൾമാർ എനിക്ക് പേരുണ്ടാവില്ല, ഡോക്ടർമാർ എത്രയെല്ലാം മരുന്നാക്കിയിട്ട് എന്തും ഇതാവില്ല എന്ന് ചൊന്നിട്ടാങ്ങോ അങ്ങ് എല്ലാവർക്കും പരിഹാരം അങ്ങ് ചൊല്ലുണ്ട്. ബദ്രീങ്ങളെ വിളിച്ചിട്ട് തവസ്സുലാക്കി അൽഹംദുലില്ലാ ഞങ്ങളെ SSF അധീനത്തിലായിട്ട് പ്രതി തിങ്കളിലും ഞങ്ങളെ കൂടെ മജ്ലിസ് മഹദറത്തുൽ ബദ്രിയ മജ്ലിസ് നടക്കും. അൽഹംദുലില്ലാ ചൊമ്മ മോമിനിങ്ങ വന്നോണ്ടുള്ളാർ, ചൊമ്മ ഉമ്മമാർ പത്തിരും ബാക്കിയുള്ളതായ വ്യവസ്ഥ എല്ലാം കൂടെ ആക്കി തന്നോണ്ടുള്ളാർ. അല്ലാഹു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു ബദ്രീങ്ങളെ കാവലും പൊരുത്തം അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുറത്തു തങ്ങ എത്രമാ മഹലുടെ കാദിയാറായിട്ടുണ്ട്. ഏതൊരു പ്രശ്നമെന്നെങ്കിലും ബദ്രീങ്ങളെ പേരിൽ തവസ്സുലാക്കി അതെല്ലാം സഹലാവും, അതെല്ലാം വിഷയാവും. എത്ര വലിയ പ്രശ്നം എന്നെങ്കിലും എന്തു പേടിക്കണ്ട, അതെല്ലാം ശരിയാവും. മറന്ന് ഒരേ തവസ്സുലാക്കി ബദ്രീങ്ങളെ മാത്രല്ല വലിയ ഇബാദത്തും കൂടിയായിട്ട് തങ്ങളെ ഞങ്ങൾക്ക് കാണുമ്പോൾ വലിയൊരു താടി കാണില്ല, വലിയൊരു പച്ച തട്ട കാണില്ല, അല്ലെങ്കിൽ വലിയൊരു തലക്കെട്ട് കാണില്ല, അല്ലെങ്കിൽ വലിയൊരു കമീസ് ഇട്ടൊന്നും പോണ്ട ആളല്ല. സാധാരണയായിട്ട് സാധാരണത്തെ ആൾമാരെ പോലെ ഒരു സദസ്സിന് ഞങ്ങൾ സഭയ്ക്ക് പിരിച്ചെങ്കിൽ സമയത്ത് അവിടെ ആരും ഉള്ളാറായില്ലേ അതെന്തു നോക്കലില്ല. തങ്ങളെ സാധാരണ നിങ്ങൾ വാൽക്കായിട്ട് നോക്കൂർണി കണ്ണ് മുച്ചിട്ട് ഇങ്ങനെ കീഴ് നോക്കിട്ട് ഒരു വാൽ ചൊന്നുണ്ടെങ്കിൽ ആറ് കേക്കട്ടെ ആൾമാർ ഇക്കട്ടെ ചൊല്ലമേ ചൊല്ലനായ വിഷയം ചൊല്ലുന്ന സന്ദർഭത്തിൽ ആരെ മുതലും ചൊല്ലണക്ക് ധൈര്യം നൽകത്തതായ വലിയൊരു ശക്തിയായിട്ട് ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുറത്തു തങ്ങ ആർക്കും സുന്നത്ത് ജമാഅത്തും ചൊന്നെങ്കിൽ അത്രയും ഗട്ടിയായിട്ട് പിടിച്ച കാരണം കൊണ്ടായിട്ട് ഖുറത്തങ്ങ വഫാത്താകുമ്പോ അത്രയും ആൾമാർ മുഅ്മിനീങ്ങ ആ നാനാഭാഗത്തിൽ നിന്ന് ഇപ്പോഴും അവിടെ സിയാറത്താക്കുകയായിട്ട് പോണ്ടതായ ആൾമാർ എത്രയായിട്ട് ഒന്നും തിരിയാത്തനായ ആ റായത്തെ ഇടി പബ്ലിസിറ്റി ആയിട്ട് ബഹുമാനപ്പെട്ട ഖുറത്തങ്ങളെ. കാരണം എന്തേ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാളെ അല്ലാഹു തആല മുഹബ്ബത്ത് വെച്ചുണ്ടായെങ്കിൽ അല്ലാഹു തആല ജിബ്രീലിനെ വിളിച്ചിട്ട് ചൊല്ലു എന്തിരെ ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു നാനിദാ ഇന്നാലെ പിർസം വെച്ചിട്ട് നിങ്ങൾ പിർസം വെക്കണോ. അപ്പൊ എന്തിരാവും ജിബ്രീൽ പിർസംബിക്കും, ജിബ്രീൽ മലക്കുകളോട്ട് കേട്ടുള്ളൂ. അങ്ങനെ ബാണുലോകത്തുള്ള അഥവാ ആകാശ ലോകത്തുള്ള എല്ലാ മലക്കുകളും പിർസംബിക്കാറ് മാത്രല്ല ഭൂമി ലോകത്തിലുള്ള എല്ലാ ആൾമാരും അങ്ങനെ അക്സെപ്റ്റ് ആക്കണം, അങ്ങനെ പലക്കത്തെ സ്വീകരിക്കണം. എത്ര വലിയ പൈസക്കാരന് വേണം പോട്ടെ, പക്ഷെ പൈസ ഉദ്ദേശിക്കില്ല തങ്ങൾ. ആറ് വേണമെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് ചൊന്തയാല് ഞാൻ ഇപ്പല്ല ഒരു 10-20 വർഷത്തേക്ക് മുന്നോട്ട് തങ്ങൾ അവിടെ പോയിടുന്ന ആ പോകുമ്പോഴത്തേക്ക് തങ്ങൾ അവിടെ സുബൈക്ക് വേഗം പോയിട്ടാകുമ്പോഴത്തേക്ക് തങ്ങൾ അവിടെ എന്തായിട്ട് കേട്ടെങ്കിൽ തങ്ങൾ എന്താക്കിയിട്ട് പിന്നെ സുബൈ നിസ്കരിച്ചിട്ട് അങ്ങനെ റൂമിൽ തെച്ചോണ്ടിരിക്കും. റൂം ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോ ഞങ്ങളെ കണ്ടു എല്ലാവരും ചന്ദ്രൻ ഖാദിമീങ്ങായ 10 ഗണ്ട ഒലിമാണ്ടാവും, നാനൊരു 10 ഗണ്ടാവും വിചാരിച്ചിട്ടിരുന്നെ കിട്ടുമ്പോ. പക്ഷെ സുബൈ നിസ്കാരത്തേക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോ നിങ്ങൾ ഇത്ര ബേബന്ധ റബ്ബർ റൂം ചെന്ന് വിളിച്ചിട്ട് അത് സാധാരണ പുറത്ത് പോയങ്ങോ കൊന്തും ഒരു വലിയ പിന്നെ എന്തിനും റൂമാക്കിയിട്ട് അല്ലെങ്കിൽ വേറെ ആദ്യം കൂടെ എന്തും ഇല്ല. ഒരു പക്കം മൂലൽ തെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പണ്ട് തന്നെ ഊതിരി പിന്നെ യാസിനോദ പരിഹാരം ചൊല്ലി ഇങ്ങനെ കടത്ത് ഒരു പൈസ തറുണ്ട അല്ലെങ്കിൽ ഒരു പൈസ കൊടുത്തെങ്കിൽ എടുത്തോണ്ടുമായില്ല. അവിടെ ഒരു തപ്പിയുണ്ട് വല്ലിടെ അതൊക്കെ വേണമെങ്കിൽ ഇട്ടോണ്ടു നേർച്ച പൈസ ആക്കണമെങ്കിൽ എത്രമാ പൈസ ആക്കണം. ബഹുമാനപ്പെട്ട ഖുറത്തു തങ്ങ അത്രയും നല്ല ഇഖ്ലാസോടുകൂടി അത്രയും നല്ല തഖ്വയോടുകൂടി മാത്രല്ല ഒരു ടൈം വിളിച്ചോണ്ട് തങ്ങള് ഞാൻ എന്തിനെന്ന് കേട്ടെങ്കിൽ ഈ വർഷം ഞാൻ ഫുള്ളായിട്ട് ഒന്ന് ഖുർആൻ ഫുള്ളായിട്ട് നോമ്പോൾ ഓതൊന്നും ചെന്നിട്ട് ഞാൻ അതൊക്കെയായിട്ട് ഇതാക്കി ആരെ ഫോൺ എടുത്തില്ല. കുറെ ആൾമാർ ചൊല്ലാർ വന്നിട്ട് ഞാൻ യാസീൻ നേർച്ചയാക്കി ഖുറത്തങ്ങൾക്ക് ഫോൺ ആക്കിയിട്ട് ഫോൺ എടുക്കുകയായിട്ട് നേർച്ചയാക്കിയാണ്. ചില ആൾമാർ ഖത്തം നേർച്ചയാക്കി പോവാറുണ്ട് തങ്ങൾ ചെന്ന് ഫോണേ എടുക്കില്ല. ഞങ്ങൾ ഇപ്പൊ അങ്ങനെയല്ല, ഞങ്ങൾ ഒരു മെസ്സേജ് അപ്പൊ നോക്കില്ലെങ്കിൽ അവൻ. പക്ഷേ ഖുറത്തങ്ങളുടെ അങ്ങനെ ഞാൻ ഇതേച്ച കാരണം കൊണ്ടിട്ട് 28 ഖത്തം ഒരു തിങ്കൾ നോമ്പ് തീർമ്പോ 28 ഖത്തം ഓതി തീർത്തരാൻ വലിയ ഇബാദത്തായിട്ട്
വെറുതെ അല്ല അത്ര വലിയ പവർ കിട്ടുന്നത്. വെറുതെ അല്ല നാവുൽ ചൊന്നാൻ കെത്തതായ പലക്കത്ര വലിയ പവർ കിട്ടും. കാരണം എത്ര ആൾമാർ പേരെല്ലാം ചൊന്നാൻ കെത്തതായ ആൾമാർക്ക് ബദരീങ്ങളെ വിളിച്ചിട്ട് പിന്നെ നിങ്ങൾ തവസ്സലാക്കി ദ്വാരക്കുറു, നിങ്ങൾ യാസീൻ ഓതുറു, പരിഹാരം ഉണ്ടാവും ചൊല്ലുമ്പത്തും അതക്കപ്പമേ പരിഹാരം ഉണ്ടാവില്ല. അത് ആ നാവ് കൊടുത്താൻ കെത്തതായ വലിയൊരു കബൂലിയത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ആത്മീയമായ നോട്ടം, ആത്മീയമായ നേതൃത്വം അല്ലാഹു നിങ്ങൾക്ക് എപ്പം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുണ്ടു ഞങ്ങളതായ മുട്ടത്തേറായ ആർക്കും ഗൊന്തില്ലാത്തറായെന്നല്ല ഈ വയനാടും ചൊല്ലത് ചുമ്മ ആൾമാർക്ക് ഗൊന്തിക്കും. കാരണം എന്തെങ്കിലും കേരളത്തിൽ ഞങ്ങൾ മൈസൂറായിട്ട് പോകണ്ടായെങ്കില, അല്ലെങ്കിൽ കേരളത്തങ്ങനെ ഇപ്പറ കർണാടകത്തിൽ ബണ്ടാറുണ്ടായെങ്കില എല്ലാ ആൾമാരും മുന്നോട്ട് പോയേണ്ടിരുന്നത് വയനാടിൻ്റെതായ ആ ഒരു പിന്നെ ആ ഒരു ഘാട്ടി നോക്കണു. അവിടെ ഉള്ള അൻകത്തതായ ജാഗയിൽ ഫോട്ടോ എടുക്കണു, സെൽഫി എടുക്കണു, അവിടെ പോകേണ്ടത്. പക്ഷെ ഇണ്ടാരും പോയിട്ടില്ല. കാരണം എന്തേ? അള്ളാഹുടേതായ വലിയൊരു പരീക്ഷണമായിട്ട് എത്ര വലിയ വിഷയമായിട്ട് സുബ്ഹാനല്ലാഹ്. വീണ്ടും ഇന്നലെ ഒരാൾ യൂട്യൂബിൽ ഒരു മെസ്സേജ് ഇട്ടത്, ഒരു ഇതിട്ടത് അവിടേതായ കിട്ടിയാൻകത്തതായ ഒരു ഔത്തുല് കിട്ടിയാൻകത്തതായ ഒരു കടലാസ്. ആ കടലാസ് ഒരു ഗോഡ്രേജ് ഇന്നതായ ഒരു കടലാസ്, ഒരു പെണ്ണിങ്ങ മാത്രം, മാപ്പിള ഇല്ല, പെണ്ണിങ്ങ മാത്രമില്ല. എന്തിനെ കടലാസ് കൊണ്ടണ്ട പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. എന്തിനത്തെ വിഷയത്തിൽ കേസ് കൊടുത്തേ? നന്റെ ನೆರಕರಡ 30 ವರ್ಷത്തിനുಂಟು ನಾನು ಈ ಜಾಗದಲ್ಲಿ പോയോണ്ടിന്നെ. ആ ಜಾಗದಲ್ಲಿ ತಂತಿ ಬೇರಿಟ್ಟಿട്ട് ഇരുമ്പുടതായ തന്തി ಬೇರಿಟ್ಟಿട്ട് നക്കന്നെ പോണുകു ಬಿಟ್ಟೊಂಡಿಲ್ಲ. 30 ವರ್ಷത്തിനുಂಟು ನಾನು പോയോണ്ടിന്ന ಜಾಗ ഇപ്പോൾ ಬೇರಿಟ್ಟಿട്ട് ഇതാക്കിരാ. അതിനെ നിങ്ങൾ ഇത്യർത്ഥാക്കി തരണം എന്ന് തഹസീൽദാർക്ക് പോയിട്ട് അർജി കൊടുത്തു. അയാളും അത് സ്വീകരിച്ചില്ല എന്ന് എന്നിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കോർട്ടുക്ക് പോയിട്ട് കൊടുത്താൻ കെത്തതായ കടലാസ്. എന്നിട്ട് ആ യൂട്യൂബർ ചെണ്ട് ഇങ്ങ ജണ്ടാലും ആ ജാഗ തടഞ്ഞു വെച്ചാൻ കെത്തതായ അയാളും ഇല്ല, ഇയാളുമില്ല, അകവുമില്ല, അങ്ങനതായ അകറുമില്ല, ഒന്നും കാണാത്തതായ സ്ഥിതിക്ക് ഇത് ഞങ്ങൾ മനസ്സിലാക്കണായതായിട്ട്. എന്തിനാണ് അവരുടെ വിഷയം ഒന്നുണ്ടല്ലോ എന്ന് കേട്ടെങ്കിൽ ഞങ്ങൾക്കും ഒരു മരിപ്പ് പറഞ്ഞു. ഞങ്ങളെ നേരക്കരലും ആൾമാറുള്ള, ഞങ്ങളെ നേരലും ഇതുള്ള ജാവു ജാവു ചോറിട്ടു നല്ല രാഹത്തോടു കൂടി കിടന്നുറങ്ങിയതായ അങ്ങ മക്കെല്ലാം ഹോംവർക്ക് ആക്കിയിടാറ്. മദ്രസ പോയിട്ട് മക്ക വന്നിടാറ്. ആ മദ്രസത്തിൽ എഴുതിയാൻ കെത്തതായ അണ്ട് ജാവുക പഠിപ്പാട്ട് എഴുത്ത സമയത്ത് അവിടെ മാഞ്ഞിട്ടില്ല എങ്കിലും ആ മക്ക കബറുകയായിട്ട് നൂറുകണക്കായ ആൾമാരെ ജീമത്ത് പിന്നെ എന്തിനും ചെന്ന് കേട്ടെങ്കിൽ ഗുർത്ത കിട്ടാത്തതായ 32 മയ്യത്തിനെ മുഞ്ഞാണ്ട് കബറടക്കിയ ആരെയും ഗുർത്ത കിട്ടില്ല. കാരണം എന്താന്ന് ചെന്ന് കേട്ടെങ്കിൽ മനുഷ്യരുടെ അവസ്ഥ അങ്ങനെ ഞങ്ങൾക്കിതാ റൂഹിക്കുമ്പോ മാത്രമായിട്ട് ഇണ്ടിപ്പ ഞങ്ങളെ റൂഹ് ഞങ്ങളെ തടിയിലിക്കുമ്പോ മാത്രമായിട്ട് ഞങ്ങളെ റൂഹ് പോയിട്ടുണ്ടെങ്കിൽ ചോര എപ്പമേ ബെടക്കായിട്ട് പോകും. ബെടക്കായിട്ടാകുമ്പോ ഒരു 10 കണ്ട 12 കണ്ടാകുമ്പോ നാത്തവരങ്ങ് തുടങ്ങും. അത് ഇത്ര വലിയ ആളായെങ്കിലും അവൻ്റെതായ അവസ്ഥ അങ്ങനെ ആയിട്ട് അപ്പൊ ബേഗർക്ക് കുളിപ്പാട്ടുക, ബേഗ ഇതിരെ മയ്യത്തിനെ കബറടക്കുക. ഇനി അങ്ങനെ മാത്രമല്ല, ഇമാമിങ്ങ ചൊല്ലാറ് ഒരു 3-4 കല്ലിട്ടുണ്ടായെങ്കില നിന്റെതായ 2 കണ്ണുടെ അവിടെയും ആ കണ്ണുടെ കുഞ്ഞി നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെ വലിയൊരു ഗുളിയായിട്ട് നിനക്ക് കാണപ്പെടുന്നത്. നിന്റെ സ്വന്തം മക്ക സമയത്ത് കണ്ടെങ്കിൽ പേടിച്ചു ഓടുവാറ്. ഇണ്ട് ഞങ്ങളെ ബാപ്പ വന്ന് ചൊല്ലുമ്പോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തങ്ങ വന്ന് ചൊല്ലുമ്പോ ഓടി വന്നൊരു പിൻസത്തിൽ കൈത്തണ്ടോ ആള് നീ മറിച്ചിട്ട് 3-4 നേരത്ത് വെച്ചിട്ടുണ്ടായെങ്കില നിന്റെ ജണ്ടിടെ ആ കണ്ണിടെ ഗുളിയായിട്ട് കണ്ടിട്ട് അവിടെ ഇതാ നിന്റെ കണ്ടിട്ട് പേടിച്ചിട്ട് ഓടുവാ. അങ്ങനത്തതായ അവസ്ഥ. പിന്നെ ഒരു ജണ്ണാൽ കളിയുമ്പോ നിന്റെ വയറ് പൊട്ടും. അവിടെ ഇതാ പല ജാതി പുളുങ്ങെല്ലാം നിന്റെതായ കബറുക പണ്ട് അതൊക്കെ അവിടെ ക്യൂട്ടി സിസ്റ്റം എന്തുമില്ല, അല്ലെങ്കിൽ ഒരു റേഷൻ കാർഡ് കൊടുക്കണമില്ല. ഞങ്ങളതായ തടിയുടെ മേൽഭാഗത്തുള്ള എല്ലാ അംഗാംഗങ്ങളെയും സ്പർശിച്ചിട്ട് ഞങ്ങളെ ഈ ചന്തത്തെ ഞങ്ങൾ ഇണ്ട് ക്രോപ്പാക്കിയത്, ഞങ്ങൾ ഇണ്ട് ചന്താക്കിയത്, മേക്കപ്പ് ആക്കിയാൻ കെത്തതായ ആ തടിരെ തിന്നണുകമേനായിട്ട് കബറുക പണ്ട് മഹാന്മാർ വിശദീകരിച്ച് തന്നിടാം. എങ്കിൽ അണ്ട് ഇതാ മരിച്ചിട്ട് കുറെ നാൾ കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ കെത്തതായ ആ മയ്യത്ത് ആർക്കും കൊടുത്ത കിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഒരു ബാപ്പ ഹോസ്പിറ്റലിൽ പോണ്ട്, എല്ലാ ഹോസ്പിറ്റലിൽ പോണ്ട്, 100 കണക്കായ മയ്യത്ത് ഇങ്ങനെ ബൽത്തി വെച്ചാൻ കെത്തതായ ആ മയ്യത്തിന് മുട്ട ഓരോന്നിന്റെ ഭാഗം തുറന്നു നോക്കൂ. ഇത് നന്റെ മോളെ മയ്യത്തല്ല, ഇത് നന്റെ മോളെ മയ്യത്തല്ല. അങ്ങനെ നോക്കി നോക്കിയിട്ട് നന്റെ മോളെ മയ്യത്തൂടെ ഇല്ല എന്ന് ഡിക്ലെയർ ആക്കി. സുബ്ഹാനല്ലാഹ്. ഗുർത്ത കിട്ടില്ല. ആ നിലക്ക് ആ രംഗം നോക്കുമ്പോ ഞങ്ങൾക്ക് ഒരു വലിയ ബേജാറാവും. ഇണ്ട് വയനാട്ടിറങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ പരിസ്ഥിതി പറഞ്ഞു തീരാണ്ടെന്നില്ല. വയനാട്ടിറങ്ങൊട്ടി അള്ളാഹു അർസയുന്നത് കൊണ്ടല്ല അങ്ങനെ ആയത്, ഞങ്ങളൊട്ടി ഒരു പിരിച്ചുന്നത് കൊണ്ടല്ല ഞങ്ങൾ രക്ഷപ്പെട്ടത്.
മുട്ടത്തെ റായത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴത്തുകൂ നിങ്ങൾ എങ്ങനെ അള്ളാഹുലേക്ക് മടങ്ങാറായില്ലേ? നിങ്ങൾ ഒരു ഇബാദത്തിലായിട്ട് മടങ്ങാറായില്ലേ? ഞങ്ങൾ ഇണ്ടല്ലേ നാളെ മരിച്ചു പോകണം കൊണ്ടു ആ മരിച്ചു പോയിട്ട് കൊറിയ നാളാകുമ്പോ ഞങ്ങളുടെ ശരീരം എല്ലാം വെടക്കായി പോകണം. ഇണ്ടും നോക്കൂ ഞങ്ങളുടെ സദസ്സിലില്ലേ കുറെ ആൾമാർ കബറെടുക്കുന്നതായ ആൾമാരില്ല. എത്ര പണ്ടത്തതായ കബറെ തോണ്ടിയെടുത്ത് നോക്കുമ്പോ ഒരു പീസ് പോലും മുള്ളു പോലും കിട്ടാത്തതായ സന്ദർഭം എന്തേ എവിടെ പോയിട്ട് അതെല്ലാം ഭൂമി നശിപ്പിച്ചിട്ട് പോയി. പക്ഷേ അതിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ രണ്ടാമത് പുനർജന്മാക്കിയിട്ട് ഞങ്ങളെ ഹയാത്തിന്റെ സ്വർഗ്ഗത്തിന് നരകത്തിന് തീർമാനാക്കുമ്പോ ഞങ്ങൾക്ക് വേണമായത് ഇത്തരത്തിലുള്ളതായ മഹാന്മാരെ വസീല മാത്രമായിട്ട് ഇത്തരത്തിലുള്ള എനിക്കതായ നല്ല നല്ല സദസ്സിൽ ചൊല്ലാൻതായ ദിക്റുകൾ മാത്രമായിട്ട് ഞങ്ങളെ നിസ്കാരം ഞങ്ങളെ നോമ്പ് അതല്ലാണ്ട് എത്ര ആൾമാർ പൈസ കാശി ബംഗാർ ബതുക്കാക്കി വെച്ചിട്ടുണ്ടാർ. ഒരാൾ ചൊല്ലു ഞങ്ങൾ ഇതാ ഞങ്ങളതായ മുട്ടത്തെ ഔത്തരെല്ലാം വീണു പോയപ്പ ഞങ്ങളെ ഔത്തര വിട്ടിട്ട് ഞങ്ങൾ നിരക്കരുടേതായ ഞങ്ങളെ കുടുംബത്തെ ഔത്തുക ഞങ്ങൾ പോയിട്ട് നിണ്ട അങ്ങനെ നീണ്ടിട്ട് നോക്കുമ്പോ ഇപ്പൊ അതിൽ നിന്നിട്ട് നാണ് ഓർത്തമേ ബാക്കിയായിടും. എങ്കിൽ ആ യൂട്യൂബർ ആദരതായ ന്യൂസ് ആക്കൊണ്ട് പോയ എനിക്കതായ ആൾ കേക്കിട് നിങ്ങൾ ആ ഔത്തിൽ എത്ര ആൾ മാറിനാർ? ഞങ്ങൾ 26 ആൾ മാറിന്നു. പക്ഷേ 26 ആൾ മാറിൽ നാണുള്ളതിന് ഓർത്ത മാത്രമായിട്ട് എല്ലാ കുടുംബം നശിപ്പിച്ചിട്ട് ഒരു കൊറിയൻ ആൾക്ക് മുന്നുള്ള ഒരു ഗൾഫിൻ്റെതായ ഒരാൾ പണ്ട് അയാളതായ ഒളിമ്പോ ആൾമാർ ഔത്തുലിന്നങ്ങ ഉമ്മ ബാപ്പ പെഞ്ഞായി 3 മക്കത്തോൾ അതുപോലെ തന്നെ ഇളവുണ്ട് മക്ക പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നാശമായിട്ട് പോയിട്ട് മാത്രല്ല നശിച്ചിട്ട് മരിച്ചിട്ട് പോയിട്ട് മാത്രല്ല ചില ആൾമാരെ മയ്യത്ത് ഇനിയും കിട്ടിയിട്ടില്ല. അങ്ങനെ പൈസ എത്രമായിന്ത് അങ്ങനെ സ്വത്ത് എത്രമായിന്ത് അങ്ങനെ എത്ര വലിയ ബിൽഡിംഗ് എല്ലാം ഇന്ന് പക്ഷെ ഇണ്ടതെല്ലാം എവിടെ പോയിട്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടല്ലേ ഞങ്ങൾക്കും ഇങ്ങനത്തതായ ഒരു മരിപ്പ് പറഞ്ഞുകൊണ്ടു ഞങ്ങൾക്കും ഇങ്ങനതായ ഇന്തല്ലേ നാളെ ഞങ്ങൾ മരിച്ചു പോകുന്നുകൊണ്ടു ഇത്തരത്തിലുള്ള നല്ല നല്ല സദസ്സതുക്ക് പേനായിട്ട് ഉപയോഗപ്പെടുത്താം. ഞങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെല്ലാവരെയും കാത്ത് സലാമത്താക്കി തരുമാറാവട്ടെ. മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളതായ ബഹുമാനപ്പെട്ട സയ്യിദ് പിന്നെ നിസാമുദ്ദീൻ ബാഫക്കി തങ്ങ ഞങ്ങൾ ഫോൺ ആക്കിയിട്ട് ഞാൻ ചൊന്ന വിളിക്കണം അവിടേക്ക് പറഞ്ഞണം വേണ്ട ഞാൻ എന്റെ ഗാഡിൽ ഞാൻ വന്നോളാം അവിടേക്ക് ഉടമ മുട്ടല്ലേ നിങ്ങൾ പറഞ്ഞുണ്ടില്ല ഞാൻ ചൊന്നിട്ട് വേഗം സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾ അവർക്ക് ഞങ്ങൾക്ക് ദീർഘകാലം നേതൃത്വം വഹിക്കൊണ്ടുള്ള ദീർഘായുസ്സും ആഫിയത്തും നല്ല ഇഖ്ലാസോടെ ഹിമ്മത്തോടെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓർമ്മപ്പെടുത്തിയിട്ട് അൽഹംദുലില്ലാഹ് തങ്ങൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ബേനമായിട്ടും അതുപോലെ തന്നെ പ്രത്യേകിച്ചും കുറെ ആൾമാർ ഞങ്ങൾ ഇണ്ടത്തതായ ഈ ഫംഗ്ഷനെ ചെറുങ്ങനാക്കി ഉദ്ദേശിച്ചത് ഞങ്ങൾ മാത്രം കൂടിയിട്ട് കാരണം എന്തേ കഴിഞ്ഞ ഇത് ഓർത്തിങ്ങൾക്ക് മുന്നോട്ട് ആക്കണായ ഫംഗ്ഷൻ ആയിട്ട് ഞങ്ങളെ മുഹറം 1 ആയിട്ട് കൂറത്തങ്ങ് വഫാത്തായിട്ടത് അപ്പമേ സർക്യുലർ ബന്ധ എസ് അധ്യക്ഷരായ ഞങ്ങളെ നിസാമുദ്ദീൻ ഉഷാറില്ല ഓപ്പറേഷൻ എല്ലാം ആയിട്ട് ബന്ധ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതേപോലെ തന്നെ മുർഷിദ് ഓടി നടക്കുന്ന ആളായിട്ട് എല്ലാത്തും ഇന്നിപ്പോ ചോറൊക്കെ ഇട്ട് എല്ലാ ഔത്തുകുമ്പേനായിട്ട് അതിരതായ സപ്ലൈ ആക്കിയിട്ട് വന്നതായ അങ്ങനെ നടക്കാൻതായ ഓടി നടക്കാൻ പല ആൾമാരുള്ള ഇവിടെ ഞങ്ങൾ കാണുമ്പോൾ നല്ല ചന്തത്തിൽ കണ്ട് ഒത്തര കണ്ട് പക്ഷേ പലപ്പോഴും കൂടെ ബർബത്തു എന്തെല്ലാം കാട്ടാതി തള്ളിക്ക് അതിനെല്ലാം ക്ലീൻ ആക്കണം കൂടെ വേറെ പ്രത്യേക ശമ്പളം കൊടുത്തിട്ട് ആളില്ല. അൽഹംദുലില്ലാഹ് ഇത്തരത്തിലുള്ള ബാലക്കാർ നല്ല നല്ല പ്രവർത്തനാക്കുന്നത് കൊണ്ടായിട്ട് ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനാക്കൂ ഞങ്ങൾക്ക് സാധിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു തിങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങൾ ഫിക്സ് ആക്കിയിട്ട് ആ കൂടെ ചെന്നിട്ട് പക്ഷേ മഴ കാരണമായിട്ട് ഞങ്ങൾക്കും പറകു ബുദ്ധിമുട്ടായിട്ട് അൽഹംദുലില്ലാഹ് അങ്ങനെ മുഹറം നാൾക്ക് നടത്തുന്നായ ഫംഗ്ഷന് സഫർ നാൾക്ക് ഇണ്ടായിട്ട് ഞങ്ങൾ ഇണ്ട് നടത്തരുത്. അൽഹംദുലില്ലാഹ് വലിയ ഒരു വിജൃംഭണ ഞങ്ങൾ ചെറുങ്ങനെ നടത്തണമെന്ന് വിചാരിച്ചപ്പ ഞങ്ങളൊട്ടിಗೆ ലത്തീഫായി ചൊന്തു നിങ്ങൾ അങ്ങനെ ആക്കണ്ട എല്ലാ ഔത്തുകും നിങ്ങൾ എന്തരാക്കണോ തങ്ങളെ പേരിലുള്ള എനിക്കതായ ഒരു കെട്ട് സീറിന് നിങ്ങൾ ഔത്തുക്ക് എത്തുപാട്ടാറുണ്ടെങ്കിൽ അതൊരു വ്യവസ്ഥ ഞാൻ ആഗ്രഹം അങ്ങനെ ആക്കിയത് മാത്രമല്ല പൂർത്തങ്ങളെ മോണ്ടെ പോലും വിൽക്കുകയായിട്ട് പ്ലാൻ ഇട്ടു. ഞാൻ ചൊന്നേ ഞങ്ങൾക്ക് അർജന്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രചാരാക്കില്ല തങ്ങൾ പറഞ്ഞു കുറെ ആൾമാരെ കൂട്ടണ്ടേ തങ്ങളിപ്പോ വിളിച്ചെങ്കിൽ ചിലപ്പോ വരാണ്ടിക്കാൻ വരും പക്ഷെ വന്നെങ്കില ഞങ്ങൾക്ക് കൂടെ കുറെ ആൾമാരെ പ്രചാരാക്കി കൂടെ എന്തിനെങ്കിലും കൂട്ടണ്ടേ തങ്ങളെ മോൺ ബണ്ടേന്ന് ചൊല്ലുമ്പോ ഞങ്ങൾ ഈ സദസ്സമയാവില്ല എന്തിനെങ്കിലും അവിടെ ഒരു വ്യവസ്ഥ അല്ലാക്കും അങ്ങനെ വ്യവസ്ഥ ആക്കാണ്ട് ഞങ്ങൾ വെറുതെ വിളിക്ക വേണ്ട എണർക്ക് വിളിക്കുവാണ്ട് അതുക്കും അയാൾ പ്ലാൻ ഇട്ടിട്ടുണ്ട് വേറെ ഒരു തങ്ങളെയും കൂടിയിട്ട് ചെല്ലുവാൻ ചെന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എങ്കിലും ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് നിസാമുദ്ദീൻ ബാഫക്കി തങ്ങൾ ഞങ്ങൾക്ക് ഈ സദസ്സിലുണ്ട്. അതേപോലെ തന്നെ ഹാഫിൽ അബ്ദുൽ മജീദ് ഫാദിലി ഉസ്താദ് ഉണ്ട്. അവിടുത്തതായ മുതഅല്ലിമിങ് ആയിട്ട് ഉണ്ട് ഞങ്ങളെ ഈ മഹ്ദറത്തുൽ ബദരിയെ ചന്തായിട്ട് ഞങ്ങൾക്ക് പാടി തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരിൽ നിന്നും എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് അർഹമുർ റഹീമായ രാജ തമ്പുരാൻ ഓരോ തിങ്കളിലും മഹ്ദറത്തുൽ ബദരിയെ നടക്കുമ്പോൾ
ഓരോ തിങ്ങളിലും ബാക്കിയുള്ളതായ സദസ്സെല്ലാം നടക്കുമ്പോൾ ചുമ്മ ആൽമാർ ഉടക ബണ്ടങ്ങ അതുപോലെ തന്നെ സഹകരിക്കിടങ്ങ സഹായിക്കിടങ്ങ മുസ്ലിം ജമാഅത്തെയും പ്രത്യേകിച്ചും സർക്കിളുടേതായ അധ്യക്ഷരും കൂടിയിട്ട് വന്നൊരുകൂടെയും അതേപോലെ തന്നെ മുസ്ലിം ജമാഅത്തെ ആൽമാറുള്ള എല്ലാ ആൽമാർക്കും ഒരേ പലക്കത്തിൽ ഒന്നും കൂടിയിട്ട് സ്വാഗതം ചെന്നിട്ടു ഞങ്ങളതായ പിന്നെ മല്ലൂർ മുദരിസ് സഖാഫി ഉസ്താദ് ഹുസൈൻ സഖാഫി ഉസ്താദും കൂടിയിട്ട് ഞങ്ങൾ ഈ സദസ്സിലുണ്ട് എല്ലാവർക്കും ഒരേ പലക്കത്തിൽ സ്വാഗതാക്കിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ അനുസ്മരണയും അതേപോലെ തന്നെ കുറെ ദിക്റെല്ലാം ചെന്നിട്ട് ഞങ്ങൾ ഹദിയാക്കിയിട്ട് ദുആർന്നിട്ട് പിരിയും കൊണ്ട് അള്ളാഹു ഞങ്ങളെ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഈ പിന്നെ ഇതിലെല്ലാം ഓൺലൈനിലൂടെ ഫസൽ മീഡിയ അങ്ങ് പ്രചാരാക്കിക്കൊണ്ടുള്ള അതിൽ പറത്തിട്ടുണ്ടുള്ള ചുമ്മ ആൽമാർ ഓൺലൈൻ നോക്കിക്കൊണ്ടുള്ള വീക്ഷിച്ചുകൊണ്ടുള്ള പറത്തുള്ള ഗൾഫിലുള്ള ഞങ്ങളതായ KCF ആൽമാർ പ്രത്യേകിച്ചും പല സഹായങ്ങളെല്ലാം തണ്ടങ്ങ അതിലെല്ലാം മുമ്പന്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാം പ്രവർത്തനത്തിൽ പ്രത്യേകിച്ചിട്ടും ഞങ്ങളതായ ഓരോ തിങ്കളിലും ഒരു ആരെങ്കിലും എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടായപ്പോ ഞങ്ങളെ കൊണ്ടാവുടാൻതായ ചെറിയ സഹായങ്ങൾ ചിലപ്പോൾ 5000 ആയിട്ടിരിക്കും, ചിലപ്പോൾ 10,000 ആയിട്ടിരിക്കും, ചിലപ്പോൾ അതിലാണ് 6,000 കോടിയാവും. അങ്ങനത്തതായ ചെറിയ ചെറിയ സഹായങ്ങൾ ഞങ്ങളെ SYS സാന്ത്വന വിഭാഗത്തിലൂടെ അതിന് പ്രത്യേകം അതിരെ പ്രത്യേകമായ നിലക്ക് അതിരെ പിന്നെ എല്ലാം കൈകാര്യം ചെയ്തത് ഞങ്ങളെ ഖലീൽ മണ്ഡപമായിട്ട് ഇണ്ട് തങ്ങുപേന്മായതായ ഫുഡും റെഡിയാക്കിയത് അങ്ങനെ ഔത്തലായിട്ട് കറാമത്താക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല അൻകും ഞങ്ങളെ കുടുംബത്തും അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. പ്രത്യേകം ഉദ്ദേശം വെച്ചിട്ട് ദ്വാരക്കോ ചെന്നരാർ എല്ലാം ഇൻഷാ അല്ലാഹ് തങ്ങൾ അവർ ദ്വാരക്കോ അതേപോലെ തന്നെ ഞങ്ങളെ ഇന്നത്തതായ ശീർണിയും അതിലെ കരിയുടെ വ്യവസ്ഥയെല്ലാം ഒരു ഏറ്റെടുത്തിട്ട് ആക്കി തന്നത് ഞങ്ങളെ ഇബ്രാഹിം മണ്ഡപമായിട്ട് SYS പിന്നെ മൂന്നോളുണ്ട് ഞങ്ങളൊട്ടിಗೆ വലിയ പിർസത്തും ഞങ്ങളെ കമ്മിറ്റിയിലും എല്ലാം ഉള്ള എനിക്കത്തതായി ഇബ്രാഹിം മണ്ഡപത്തു അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഏർപ്പാടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആൾമാർക്കും അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. പല ആൾമാരും പല സഹായങ്ങൾ തരുമ്പോൾ പത്തിരി തരുമ്പോൾ സീറിന് തരുമ്പോൾ ദ്വാരക്കോ ചെല്ലാർ കുടുംബത്തിൽ മരിച്ചുപോയ എനിക്കത്തതായ ആൾമാർക്ക് പ്രത്യേകിച്ചിട്ടും ഞങ്ങളെ പിന്നെ ദക്കള ഞങ്ങളെ മാമി ഞങ്ങളെ പിന്നെ ഇബ്രാഹിം ഞങ്ങളെ ദക്കള ഇബ്രാഹിം ഉണ്ടോ അയാള് ഞങ്ങളെ SYS വൈസ് പ്രസിഡന്റും കൂടി ആയിട്ട് ഞങ്ങളെ ഉമ്മക്ക് തീരെ ഉഷാറില്ല. അള്ളാഹു നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ. അള്ളാഹു മരണപ്പെട്ടു പോയ എല്ലാ ആൾമാരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.